നല്ല ശമ്പളം കിട്ടിയിട്ടും മാസാവസാനം കയ്യിലൊന്നുമില്ലാതാവുന്നൊരവസ്ഥയുണ്ടല്ലോ. നമ്മളിൽ പലരും നേരിടുന്നൊരു പ്രശ്നമാണത്. ഇതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു ഓട്ടപാത്രം പോലെയാണ് നമ്മുടെ ജീവിതം. എത്ര വെള്ളമൊഴിച്ചാലും, അതായത് എത്ര പണം വന്നാലും അതങ്ങ് ചോർന്നു പോകും. സംഭവം ശരിയല്ലേ? നമ്മുടെ പണം എങ്ങോട്ടോ അങ്ങ് ഒഴുകിപ്പോകുന്നത് പോലെ തോന്നാറില്ലേ? ശരി, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ കടന്നു ചെല്ലാം. കൂടുതൽ പൈസ കിട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ശരിക്കും പ്രശ്നം നമ്മുടെ വരുമാനം കുറവായതുകൊണ്ടൊന്നുമല്ല, മറിച്ച് കിട്ടുന്ന പണം എങ്ങനെ ചിലവഴിക്കുന്നു എന്നതിലുള്ള നിയന്ത്രണമില്ലായ്മയാണ്. തുടക്കം മുതലേ ഇതിലൊരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ എത്ര വലിയ വരുമാനമുണ്ടായാലും അതങ്ങ് ചോർന്നുപോകും. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്നമായി മാറും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്താഗതിയിലൊരു മാറ്റം വരുത്തണം. അത് തുടങ്ങേണ്ടത് ചെലവ് എന്ന വാക്കിന്റെ അർത്ഥം മാറ്റിക്കൊണ്ടാണ്. സാധാരണയായിട്ട് നമ്മൾ ചെലവുകളെ കാണുന്നത് വളരെ ചെറിയൊരു രീതിയിലാണ്. യഥാർത്ഥത്തിൽ അവിടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം. ചിലവ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നതെന്താ? ഭക്ഷണം, വീട്ടുവാടക, അങ്ങനെയുള്ള ദിവസേനുള്ള കാര്യങ്ങളല്ലേ? ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകാനുള്ള പണം. പക്ഷേ ഈ ഒരു നിർവചനം കംപ്ലീറ്റ് അല്ല. ഇത് നമ്മളെ ഒരിടത്ത് തന്നെ പിടിച്ചു നിർത്തും. ഇവിടെയാണ് നമ്മൾ ചിന്ത മാറ്റേണ്ടത്. പഴയ ഐഡിയ എന്തായിരുന്നു? ദിവസേനയുള്ള ആവശ്യങ്ങൾക്കുള്ള പണമാണ് ചിലവ്. പക്ഷെ പുതിയ ഐഡിയ അങ്ങനെയല്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ രൂപയും, അതെന്തിനാണെങ്കിലും അതൊരു ചെലവാണ്. അതായത് നിങ്ങൾ കുടിക്കുന്ന ചായ മുതൽ കൊടുക്കുന്ന വാടക, നിങ്ങളുടെ സേവിങ്സ്, എന്തിനാ നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പോലും ഒരു ചെലവാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയുമോ? ഓരോ രൂപയ്ക്കും ഒരു ലക്ഷ്യമുണ്ടാവും. ഇന്നത്തെ ദിവസം നന്നായി ജീവിക്കാനും നാളത്തെ ദിവസം സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ടുള്ള ചിലവുകൾ. അപ്പോൾ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും വെറുതെ ബാക്കി വരുന്ന പണമല്ല, മറിച്ച് നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചിലവുകളാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ പണത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയെ മാറ്റുന്നതെന്ന് നോക്കാം. വെറുതെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എന്ന് തിരിക്കുന്നത് മാത്രം പോരാ. ശരിക്കും നമ്മുടെ പണത്തിന്മേലൊരു കൺട്രോൾ കിട്ടണമെങ്കിൽ ചിലവുകളെ 4 പ്രധാനപ്പെട്ട തൂണുകളായിട്ട് നമ്മൾ തിരിക്കണം. ഒന്നാമത്തേത് കൺസംഷൻ എക്സ്പെൻസസ്. അതായത് ഇന്നത്തെ ദിവസം ഹാപ്പിയായിട്ട് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ. നമ്മുടെ വാടക, ഫുഡ്, കറണ്ട് ബില്ല്, അതൊക്കെ ഇതിൽ വരും. രണ്ടാമത്തേത് കമ്മിറ്റ്മെന്റ് എക്സ്പെൻസസ്. ഇത് നമ്മൾ കൊടുക്കാമെന്ന് ഉറപ്പു പറഞ്ഞിട്ടുള്ള പൈസയാണ്. ഉദാഹരണത്തിന് ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോണിന്റെ EMI, വീട്ടിലേക്ക് അയക്കുന്ന പണം. ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചിലവുകളാണ്. മൂന്നാമത്തേത് സേഫ്റ്റി എക്സ്പെൻസസ്. നമ്മുടെ ലൈഫും പണവും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണിത്. അതായത് ഒരു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസികൾ. പെട്ടെന്നൊരു ആവശ്യം വരുമ്പം മറ്റു കാര്യങ്ങളെ ബാധിക്കാതെ സംരക്ഷിക്കുന്ന ഒരു സേഫ്റ്റി നെറ്റ് പോലെയാണിത്. നാലാമത്തേത് ഗ്രോത്ത് ആൻഡ് ഫ്രീഡം എക്സ്പെൻസസ്. നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കോഴ്സുകൾ, അങ്ങനെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ചെലവുകൾ. ഇപ്പൊ നോക്കൂ, ഈ ഒരു ടേബിൾ കണ്ടാൽ സംഭവം ക്ലിയർ ആകും. നമ്മൾ നേരത്തെ പറഞ്ഞ 4 തൂണുകളെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എന്ന രീതിയിൽ കൂടി തിരിക്കുമ്പോൾ എങ്ങനെയിരിക്കുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് നമ്മുടെ പണം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നും അത് ഓരോന്നും നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്നും കൃത്യമായി മനസ്സിലാകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഈ 4 കാറ്റഗറി കിട്ടി. ഇനി ഏത് ഓർഡറിലാണ് നമ്മൾ പണം ചെലവഴിക്കേണ്ടത്? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കും തെറ്റുപറ്റുന്നത്. ഇതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് പേ യുവർ സെൽഫ് ഫസ്റ്റ്. അതായത് നിങ്ങൾക്ക് തന്നെ ആദ്യം നൽകുക എന്ന സിമ്പിൾ റൂളാണ്. ഇതാണ് ശരിയായ ഓർഡർ. ഒന്നാമതായി നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പണം മാറ്റിവെക്കുക, അതായത് എമർജൻസി ഫണ്ടും ഇൻഷുറൻസും. രണ്ടാമത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി, അതായത് ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി. അതിനുശേഷം മാത്രം മൂന്നാമതായി അത്യാവശ്യ കാര്യങ്ങൾക്ക് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ മാത്രം നാലാമതായി ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. കണ്ടോ, ഇതിൽ നിങ്ങളുടെ ഭാവിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഈ ഒരു സ്ലൈഡ് നമ്മുടെ മുഴുവൻ ചിന്താഗതിയെയും ഒറ്റയടിക്ക് കാണിച്ചു തരും. നോക്കൂ, തെറ്റായ രീതി എന്താ? വരുമാനം കിട്ടി, ചെലവെല്ലാം കഴിഞ്ഞു, ബാക്കിയുണ്ടെങ്കിൽ സേവ് ചെയ്യാം. പക്ഷേ ശരിയായ രീതി അങ്ങനെയല്ല. വരുമാനം കിട്ടിയാൽ ആദ്യം സേവ് ചെയ്യാനുള്ളത് മാറ്റിവെക്കുക, എന്നിട്ട് ബാക്കിയുള്ള തുക കൊണ്ട് ചെലവഴിക്കുക. ഇതാണ് ആ വലിയ മാറ്റം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എങ്ങനെ പ്രാവർത്തികമാക്കാം? ഓരോ കാറ്റഗറിയിലും എത്ര രൂപ വെച്ച് മാറ്റിവെക്കണം? ഇതിനെല്ലാവർക്കും ഒരേപോലൊരു കണക്കില്ല. പക്ഷെ നമുക്കൊരു ഉദാഹരണം നോക്കി തുടങ്ങാം. ഇതൊരു സാമ്പിൾ ബഡ്ജറ്റാ. ഇപ്പോ ജീവിത ചെലവുകൾക്കൊരു 75%, സുരക്ഷയ്ക്ക് 15%, വളർച്ചയ്ക്ക് 10%. പക്ഷേ ഓർക്കുക, ഇതൊരു നിയമമൊന്നുമല്ല, വെറുമൊരു ഉദാഹരണമാണ്.
നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ വരുമാനത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റം വരുത്തണം. പക്ഷെ ഏറ്റവും പ്രധാനം, എല്ലാ കാറ്റഗറിയിലേക്കും നിങ്ങൾ ബോധപൂർവം പണം നീക്കിവെക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ്. സ്വന്തമായിട്ട് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മുടെ പണം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊരു പിടുത്തം വേണ്ടേ? അളക്കാൻ പറ്റാത്ത ഒന്നിനെയും നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതിന് നമ്മളൊരു ചെറിയ ഫിനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യണം. ഇത് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. 1 മണിക്കൂർ മതി. നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക. UPI, GPay പോലുള്ള ആപ്പുകളിലെ ഹിസ്റ്ററി നോക്കുക. ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. എന്നിട്ട് ഓരോ ചെലവും നമ്മൾ നേരത്തെ പറഞ്ഞ 4 തൂണുകളായിട്ട് തിരിക്കുക. അവസാനം സ്വയം ചോദിക്കുക, ഞാൻ ഈ ചിലവഴിക്കുന്ന പണം എന്റെ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്നുണ്ടോ? ഇത് മാസത്തിൽ ഒരിക്കലോ 2 മാസം കൂടുമ്പോഴോ ചെയ്താൽ മതി. ഇതിന്റെ ഉദ്ദേശം മൈക്രോ മാനേജ് ചെയ്യലല്ല, മറിച്ചൊരു ക്ലാരിറ്റി കിട്ടാനാണ്. അപ്പോ അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ ഈയൊരു ചോദ്യം സ്വയം ചോദിക്കുക. ഈ ചെലവ് എന്റെ ഇന്നത്തെ ദിവസത്തിനു വേണ്ടിയുള്ളതാണോ അതോ എന്റെ നാളെയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ളതാണോ? ഓർക്കുക, നിങ്ങളുടെ ഓരോ രൂപയുടെയും നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. അതെങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നതിലാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവി.